പിന്നെ ലോഞ്ചറും ഉണ്ടാവും. ഓക്കെ, നമ്മൾ സ്ട്രക്ചേഴ്സിലൂടെയാണ് മൂവ് ചെയ്യാം. 2025 നമ്മൾ യൂസ് ചെയ്യുന്ന 2025 ടെക്ല ട്രിമ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, അറിയാമല്ലോ. ഓക്കെ, ധനേസാർ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഓക്കെ, ആപ്പ് കൊണ്ടുവരുമ്പോൾ തന്നെ ഏൽപ്പിക്കണം. ഓക്കെ, കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, കുറച്ച് പണിയാണ് ഇൻസ്റ്റാൾ ചെയ്ത്. നമ്മളിവിടെ സ്റ്റുഡൻറ്റ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ടെക്ല ശരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് മെയിൽ ID വെച്ചാണ് സൈൻ ഇൻ ചെയ്യുകയൊക്കെ വേണം. പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് വേർഷനാണ്, അതിൽ കുറച്ച് എന്തുണ്ട് ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് ആക്സസ് ഒക്കെ കുറച്ച് കുറവുണ്ടാവും. അതൊരു പ്രശ്നം, നമുക്ക് പഠിക്കാൻ ഇത് മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഇത് സ്വിച്ച് യൂസറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതായത് ആരാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൽ ID വെച്ച് കണ്ടാണ് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഷൈല KP എന്നുള്ളൊരു പേരിലാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് മെയിൽ ID കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ സാർ ലീവ് ആയതുകൊണ്ട് നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്കാണ് ലാബ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് അറിയോ? അതായത് ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബേസ്ഡ് കണക്ഷൻസ് കാര്യങ്ങൾ, UK ബേസ്ഡ് അങ്ങനെ ആയിരിക്കും വരിക. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ 3 എൻവയോൺമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇന്ത്യ ബ്ലാങ്കാണ്, പിന്നെ ജപ്പാൻ, മിഡിൽ ഈസ്റ്റ്, US. ഇത് ഈ എൻവയോൺമെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ ക്രോമിൽ പോയിട്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. ടെക്ല ഡൗൺലോഡ്സ് കയറിയിട്ട് എന്ത് ചെയ്യുക, ഇതുകൊണ്ട് ടെക്ല സ്ട്രക്ചേഴ്സ് പോവാം. ഇത് ട്രിമ്പിളിൻ്റെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ടെക്ല ട്രിമ്പിൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതിന് മെയിൽ ID വേണം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ മെയിൽ ID വെച്ചാണ്ട് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇതിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ് പോയി. ഇതിലുണ്ട് നമുക്ക് വേണ്ടത് ലൈസൻസിങ്, ടെക്ല സ്ട്രക്ചേഴ്സ്, എൻവയോൺമെൻറ്റ്. നമുക്ക് വേണ്ട എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യാം, നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഇല്ലാത്തൊന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. UK ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, UK ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിടാം. ഓക്കെ, ഞാൻ ഫിനിഷ് ചെയ്തു. നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടെക്ല ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോറി, ഇതിന് മുന്നേ ഓപ്പൺ ചെയ്ത ടെക്ലയാണ്. ഓക്കെ, ഇതാ UK US. നമ്മളിപ്പോൾ UK ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനനുസരിച്ച് ഡിപ്പെൻസ് വരും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ഏത് യൂസ് ചെയ്യുക ഡിപ്പെൻസ് ആയിട്ട് കണക്ഷൻസ് വരുന്നുള്ളൂ, വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇന്ത്യ ബേസ് ആണെങ്കിൽ ഇന്ത്യ ബേസ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആക്കാരം, സ്റ്റീലിൻ്റെ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ അത് ബേസ് ആക്കാരം. ഓക്കെ, ടെംപ്ലേറ്റ് പോലെ നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മളെ റോളുണ്ട്. അതായത് നമ്മൾ ഈ ടെക്ല എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഒക്കെ റെഫറൻസിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഏത് ബേസിലാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോള് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഓളും എടുക്കാം, എഞ്ചിനീയറും എടുക്കാം. ജസ്റ്റ് ഞാൻ ഓൾ എടുത്തു. ഓക്കെ, ഇതിലെന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ലൈസൻസിൻ്റെ ഡിപ്പെൻസറാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ലൈസൻസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഓക്കെ അടിച്ചു. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള സേവ് ചെയ്തിട്ടുള്ള ഫയൽസും കാര്യങ്ങളും ഇവിടെ വരും. നമുക്ക് എന്ത് ചെയ്യാം, ആൾ മോഡൽസ് ഉണ്ട്, പിന്നെ ഷെയർഡ്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സും കാര്യങ്ങളൊക്കെ വന്നാലുള്ളത് ഞാൻ ന്യൂ മോഡൽ എടുത്താണ് എന്ത് ചെയ്തു, ഒരു പേരെടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇത് സേവ് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്, സിംഗിൾ യൂസർ, മൾട്ടി യൂസർ. നമ്മൾ സിംഗിൾ യൂസറിലാണ് പോകുന്നത്.
പിന്നെ ബ്ലാങ്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റ്, റോള്, കൺഫിഗറേഷന്, ഓർഗനൈസേഷനും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ കോഴ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, 3PM എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി ടെക്ല എന്ന് പറഞ്ഞൊരു സേവിങ് വരുന്നത് ഒരു ഫോൾഡർ ആയിട്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ സേവ് ചെയ്താൽ റിവിറ്റ് ആണെന്നുണ്ടെങ്കിൽ RVT, RFA അങ്ങനെ ഫോർമാറ്റിലായാലും വരാം. ടെക്ല നമുക്കൊരു സിംഗിൾ ഫോൾഡർ ആയിട്ടാണ് നമുക്ക് സേവ് ആവുക. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഫയൽസ് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഫോൾഡർ വൈസാണ് ഷെയർ ചെയ്യുക. അതായത് ആ ഫോൾഡർ നമ്മൾ എന്ത് ചെയ്യും, സിപ്പ് ഫയലായി കണ്ട് മെയിൽ ചെയ്യുക, കംപ്രസ് ചെയ്ത് കണ്ട് അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത ഇമേജസ് ഒന്നും ഉണ്ടാവില്ല, അതിൽ കുറേ ഫോൾഡേഴ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, എസ് അടിച്ചാൽ മതി. അത് ജസ്റ്റ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണാൻ നമുക്ക് എന്ത് മോഡൽ ചെയ്ത് ഇതിപ്പോൾ ടെക്ല സേവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റീസെൻ്റ്ലി ന്യൂ 1 2 3 എന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ സേവ് ആയിട്ടുള്ളതാണിത്. ഇങ്ങനെ ആയിരിക്കും നമുക്ക് സേവേഴ്സ് വരിക. ഐ മീൻ നമ്മളിപ്പോൾ ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, കംപ്രസ് ചെയ്ത് കണ്ട് ഷെയർ ചെയ്യുക. ഈ ഫോൾഡർ വൈസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക, എന്നാലേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്രിയേറ്റ് കൊടുത്താൽ മതി. ഒന്നും നോക്കണ്ട, എഡ്യൂക്കേഷൻ ലൈസൻസ് ആണ് കാര്യങ്ങളൊക്കെ പറയണം, നെവർ മൈൻഡ് ആക്കുക. പിന്നെ നമുക്ക് എന്താ കാണാം, ഓപ്പൺ ചെയ്താൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഡിഫോൾട്ട് ആയിക്കൊണ്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. റീസെൻ്റ് എന്തുണ്ടാവും, കുറച്ച് ഗ്രിഡ്സ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, സ്റ്റീൽ, കോൺക്രീറ്റ്, റീബാർ, എഡിറ്റിംഗ്, ന്യൂ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ സേവ് ആസ്, കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ വരും. ഇതിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോളംസ്, സ്റ്റീൽ, കോൺക്രീറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റ സ്ക്രോളിൽ എല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് എല്ലാ വിൻഡോസിലൂടെ നമുക്ക് പാസ് ചെയ്ത് പോകാം. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി ബോക്സസ് ഒക്കെ ഞാൻ പറയുമല്ലോ, സ്റ്റീൽസ്, ഗ്രിഡ്സ് ഒക്കെ പ്രോപ്പർട്ടി ബോക്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇവിടെ സെറ്റിങ്സിലാണ്. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്തു, ഇത് സെലക്ട് ചെയ്താലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി ബോക്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി വല്ലതും ഞാൻ വല്ല കോളംസും ബീംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ, ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് റെഫറൻസ് മോഡൽസ്, അതായത് നമുക്ക് റെവിറ്റ് ഫയൽ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം, CAD ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റെഫറൻസ് മോഡൽ നമ്മളിവിടെ വെക്കാം. ഓക്കെ, ഇത് നമ്മൾ കണക്ഷൻസാണ്. അതായത് എന്തെങ്കിലും കണക്ഷൻസ് കാര്യങ്ങളൊക്കെ, അതായത് ഞാനിപ്പോൾ ബേസ് പ്ലേറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്നാപ്സും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിൽ പലതും നമുക്ക് കണ്ടാലാകത് പാരലലാണ്. പിന്നെ അങ്ങനെ ഓരോരോ എക്സ്റ്റൻഷൻ ലൈൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടെക്ല ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രിഡ് സെറ്റ് ചെയ്യാം. ഗ്രിഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യൂസ്, ഇതൊരു 3D വ്യൂ ആണ്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് നെയിമിങ് നോക്കുക. ഇവിടെ നമുക്ക് വിൻഡോയിൽ എത്രയെല്ലാം വ്യൂസ് ഉണ്ടെന്ന് കാണാനൊക്കെ പറ്റും. ഇത് മാത്രമല്ല കുറച്ച് ഷോർട്ട് കീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനത് 3D വ്യൂ ആണ്. റൊട്ടേറ്റ് ചെയ്യാൻ സ്ക്രോൾ ബട്ടണും കൺട്രോളും നെക്കി പിടിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി 3D വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്കൊരു പ്ലാൻ വ്യൂ ആക്കണമെന്നുണ്ടെങ്കിൽ Ctrl+P ആണ് ഷോർട്ട് കീ. Ctrl+P ആക്കിയാലും ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ വ്യൂ ഒക്കെയാണ് കൺവേർട്ട് ചെയ്ത് തരും. അതും 3D തന്നെയാണ് കൺവേർട്ട് ചെയ്ത് തരാം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ കേസ് 3D ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും പ്ലാൻ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്താകും 2Dയിലോട്ട് 3Dയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഗ്രിഡ് എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഗ്രിഡ് സെലക്ട് ചെയ്തു. ഇതാണ് എന്ത് കോർഡിനേറ്റ്സ്, 0 പോയിൻറ്റ് കാര്യങ്ങളൊക്കെ, ഗ്രിഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരാം. ആദ്യത്തെ ഗ്രിഡ് നമുക്ക് എക്സ് ഇത് വരും. ഇവിടെ സെറ്റിങ്സ് ആണോ നോക്കണം. ഇവിടെ സെറ്റിങ്സ് ആണെങ്കിലേ വരുള്ളൂ. സെറ്റിങ്സ് ആക്കി വെക്കണം എന്നല്ല, ഇത് സെലക്ട് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റിങ്സിലോട്ട് നോക്കുക. അച്ചോ, അപ്പോൾ ഇതിൽ നമുക്ക് ഏറെക്കുറെ വായിച്ചാൽ ഒരു ഐഡിയ കിട്ടും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ 6000 യൂണിറ്റ് mm കിടക്കുന്നത്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് mm-ലായിരിക്കും. യൂണിറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ പോവുക, എന്ത് ചെയ്യുക, സെറ്റിങ്സ് പോവുക, ഓപ്ഷൻസ് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, യൂണിറ്റ്സ് ആൻഡ് ഡെസിമൽസ്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് ഡെസിമൽസിൽ പോയാലേ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ, ഏതിലോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം.
ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുക യൂണിറ്റ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഞാനെന്ത് ചെയ്തു ഓക്കെ അടിച്ചു. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് സെൻറ്റിമീറ്ററിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് 6000 സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂണിറ്റ് എന്ത് ചെയ്യാണ് MM ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളധികം MM ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ സെറ്റിങ്സ് പോയി ഓപ്ഷൻസ് പോവുക, എന്ത് ചെയ്യുക യൂണിറ്റ്സ് ആൻഡ് ഡെസിമൽസിൽ ഞാൻ MM കൺവേർട്ട് ചെയ്തു. അപ്ലൈ ഓക്കെ, ഇപ്പോൾ 600 ആയി. ഓക്കെ, കൺവേർട്ട് ആയില്ലേ? ഒരു മിനിറ്റ്, അപ്ലൈ ആയിട്ടില്ല എന്നൊരു സംശയം. അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം കോർഡിനേറ്റ്സിലോട്ട് നോക്കാം. ഇവിടെ നമുക്ക് എക്സിലോട്ട് ഉണ്ട് കാണുന്നുണ്ട്, വൈ കാണുന്നുണ്ട്, സെഡ് എന്ന പ്ലാൻ, എലവേഷൻ്റെ ലെവൽസ്. ഓക്കെ, നമുക്ക് ഈ വ്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ് നോക്കി പിടിച്ചാൽ ഇത് ഫ്രണ്ടിലോട്ടാണ് വരിക, സൈഡിലോട്ടല്ല. വൈ ഫ്രണ്ടിലോട്ട്, പ്ലാൻ വ്യൂസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റും. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് എക്സിലോട്ട് നോക്കാം. എക്സിലോട്ടുള്ള ലെവൽസ് ABCD കാണിക്കുന്നുണ്ട്. അതേപോലെയുള്ള വാല്യൂസ് 0 വന്നിട്ടുണ്ട് 600, പിന്നെ 2 × 400 വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, എക്സിൽ ഞാനിപ്പോൾ ഒരു 0 ഉണ്ട് കണ്ടോ, ഡിഫോൾട്ടായിട്ട് 0 ഉണ്ട്. ഇനി അടുത്ത് വേണ്ടതിന് ഞാൻ എന്ത് ചെയ്തു സ്പേസ് ഇട്ടിട്ട്, സ്പേസ് ബട്ടൺ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു 500 ഇട്ടു. അടുത്ത് ഞാൻ സ്പേസ് ഇട്ടാണ് എന്ത് ചെയ്തു 1000 ഇട്ടു, 1500 ഇട്ടു. ഇങ്ങനെ ഞാൻ ഇട്ടത്, അതായത് ഞാൻ 0 ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് നോക്കിയത്. എൻ്റർ അടിച്ചു കണ്ടോ. ഇതിൽ നമ്മൾ വേണ്ടത് 500 വെച്ചാണുള്ള സ്പേസിങ് വേണമെന്നുണ്ടെങ്കിൽ 500 മീൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. അതാണ് ഇത്ര കുറഞ്ഞ സ്പേസിങ് കണ്ടോ. 0 മുതലല്ല വന്നിട്ടുള്ളത്, ഇത് 500. പിന്നെ നെക്സ്റ്റ് ഗ്രിഡ് വെച്ചിട്ടാണ് സ്പേസിങ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ചെയ്യാം. അതാ 500 സ്പേസ്, അടുത്തതും 0 നിന്നല്ല അടുത്ത ഗ്രിഡ് മുതൽ എത്ര വേണ്ടത് അങ്ങനെയാണ് വരിക. എക്സും വൈയും അങ്ങനെയാണ് വരിക. പക്ഷേ സെഡ് അങ്ങനെയല്ല, സെഡ് 0 ബേസ് ചെയ്താൽ വരിക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് കണ്ടോ, എല്ലാം 5000 ആക്കണ്ട MM ആയതുകൊണ്ട്. ഓക്കെ, 5000 ആക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ ചെയ്യാം. 0, 5000, 5000, 5000, 5000, 5000. ഞാൻ എൻ്റർ അടിച്ചാൽ ഇതിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തതിന് 5 × 5000 ആക്കും. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ കൊടുത്താലും മതി. ഓക്കെയാണ്. അപ്പോൾ ഈ ഗ്രിഡിൻ്റെ കേസിൽ എക്സിലും വൈയിലും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള ഗ്രിഡ് ബേസ് ചെയ്തിട്ടുള്ള സ്പേസിങ്ങാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വേണ്ട 2 × 6000. ഞാൻ അതും ആണെന്നുണ്ടെങ്കിൽ 5 ആക്കിയിട്ട് 5 × ആക്കി തരാം. എൻ്റർ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇനി കണ്ടോ ഇവിടെ നെയിമിങ് ABCD എന്നുള്ളൂ, ഇവിടെ 1 2 3 എന്നുള്ളൂ. ഈ സെറ്റിൻ്റെ ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ബാക്കിയുള്ള നെയിമിങ് നമ്മൾ മാനുവലി കൊടുക്കുന്നത് വേണം. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. F വരെയുള്ളൂ കേട്ടോ, ABCDEF വരെയുള്ളൂ. ഇതേ കേസ് തന്നെയാണ് നമ്മൾ എലവേഷൻ വ്യൂവിൽ നോക്കുക. അതായത് ഇതിൻ്റെ ലെവൽസ് 0, 3000, 6000 ഇത് നമ്മൾ നെയിം ചെയ്യണം. അതിന് ഓട്ടോമാറ്റിക്കലി എലവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് അല്ലേ വരിക, നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തെറ്റിയാലോ ഇവിടെ തെറ്റിയാലോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? കാണിച്ചു തരാം. 3 4 6 എൻ്റർ അടിച്ചു. ഓക്കെ, ഇനി ഇതാ എലവേഷൻ്റെ കേസിൽ നമ്മൾ 0, 3000, 6000 ഉള്ളൂ. ആക്ച്വലി നമ്മൾ P അടിച്ചാൽ ഇതിൻ്റെ പ്ലാൻ വ്യൂ, ടാബ് അടിച്ചാൽ അടുത്ത വ്യൂവിലോട്ട് എത്തും. 3D വ്യൂ, പ്ലാൻ വ്യൂ നമ്മൾ ലെവൽസ് വെച്ച് കണ്ട് എടുക്കില്ല. അതായത് പ്ലിന്ത്, ലിൻഡൽ അങ്ങനെ എടുക്കില്ലേ. ഇത് നമ്മൾ കൺട്രോൾ ടാബ് എന്ന് അടിക്കുക. ഓക്കെ, പക്ഷേ നമ്മൾ അടിക്കുമ്പോൾ അത് വരുന്നില്ല, കാരണം നമ്മൾ ആ വ്യൂ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല. അതിനെ ആക്ടിവേറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, വ്യൂ ടാബിൽ പോയിട്ട് ന്യൂ വ്യൂ എടുക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, അലോങ് ഗ്രിഡ് ലൈൻസ് എടുക്കുക. അപ്പോൾ എന്താവും, ഗ്രിഡ് ലൈൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യൂസ് കിട്ടും. അലോങ് ഗ്രിഡ് ലൈൻസ് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു.
കാര്യമായിട്ടൊന്നും നോക്കില്ല, നമുക്ക് ഏത് എക്സ് വൈ സെഡ് വൈ എക്സ് സെഡിലൊക്കെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് ചെയ്തു, എന്തായി കണ്ടോ, ഇത്രയും വ്യൂസാണ് വരാം. ABCDEF ഗ്രിഡ് 1 2 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ പ്ലാൻ വ്യൂ 0 3000 6000 പറഞ്ഞിട്ട് വരും. ഞാൻ എന്ത് ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്തു, ഓക്കെ അടിച്ചു. എന്നിട്ട് നമുക്ക് ഇതാ നെയിംഡ് വ്യൂസും വിസിബിൾ വ്യൂസും, നമുക്ക് ഏതൊക്കെ വ്യൂസ് വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുള്ളൂ, അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ടാബ് അടിച്ചു. ഇവിടെ നോക്കാം, പ്ലാൻ വ്യൂ 0 ആണ്. കൺട്രോൾ ടാബ് അടിച്ചു, പ്ലാൻ വ്യൂ 3000 3000/6000 ഏത് ഇതാ, ഇത് Z ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം, കസ്റ്റമൈസേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ടാബ് അടിച്ചാൽ ഇതാ പ്ലാൻ 0. ഇതിപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും കാണുന്ന സെയിം ആയിരുന്നു. പ്ലാൻ 0 നമുക്ക് 3D ആക്കാൻ പറ്റും, 3000 നമുക്ക് 3D ആക്കാൻ പറ്റും, 6000 നമുക്ക് 3D ആക്കാൻ പറ്റും. ഇതിൽ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് സെറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 0 3000 6000 എന്നാണ് നമ്മൾ 3 വന്നിട്ടുള്ളത്. ഇത് 0 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. 0യിൽ നിന്ന് 3000 സ്പേസിങ് ആകുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് 3000. പിന്നെ ഈ 6000 വരുന്നത് 0യിൽ നിന്ന് 6000 ആണ്. അപ്പോൾ ഈക്വലി ഇവിടെ 3000 ഗ്യാപ്പ്, ഇവിടെ 3000 ഗ്യാപ്പ്, അങ്ങനെ വരാം. മറ്റേത് എങ്ങനെയായിരുന്നു, റീസെൻ്റ് ആയിട്ടുള്ള ഗ്രിഡ് വെച്ചിട്ടാണ് സ്പേസിങ് വന്നിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ആണോ? നെയിമിങ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മുടെ 5000 ആക്കിയാൽ നെയിം ചെയ്യുന്നത് 5000 ആയിട്ട് തരാം. അപ്പോൾ നമ്മൾ തെറ്റിയാൽ അങ്ങനെ അറിയില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഞാനൊരു കൺട്രോൾ പി അടിച്ചുകൊണ്ട് ഒരു പ്ലാൻ വ്യൂ എടുത്തു. ഏതാണെന്ന് അറിയില്ല, 6000. ഓക്കെ ഫൈൻ. ഇനി ഇതിൽ കണ്ടോ ലൈൻ്റെ എക്സ്റ്റൻഷൻസ്, അതായത് ഇപ്പോൾ എക്സ് എന്നുള്ള ലൈൻ്റെ എക്സ്റ്റൻഷൻസ് നമ്മൾ 2000 ഉള്ള ഞാൻ 20,000 ആക്കി. കണ്ടോ, ലെഫ്റ്റിലോട്ടുള്ള റൈറ്റിലോട്ടുള്ള എക്സ്റ്റൻഷൻ ഞാൻ ഇവിടെ ഒരു 0 കൊടുത്ത് എൻ്റർ അടിച്ചാൽ കണ്ടോ. അതുപോലെ തന്നെ വൈയും സെറ്റും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഈ സെറ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? കൺട്രോൾ ടാബ് അടിച്ചു, ഞാനത് ചെയ്തു. ഇതിൽ വല്ല വ്യൂ ലിസ്റ്റ്, ഇതിപ്പോൾ നമ്മൾ കുറച്ച് വ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്തല്ലോ, ആ വ്യൂസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്, ഐ മീൻ ക്രിയേറ്റ് ചെയ്തതിൽ വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ലിസ്റ്റ് പോയാൽ മതി. വ്യൂ ലിസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, അതാ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ വെറുതെ ഗ്രിഡ് 1 മൂവ് ചെയ്തു. ഓക്കെ, ഇത് ഗ്രിഡ് 1 ആണ്. ഗ്രിഡ് 1 മീൻസ് സെക്ഷണൽ വ്യൂ എന്ന് പറയാം. കൺട്രോൾ ടാബ് അടിച്ചു, ഈ ഗ്രിഡ് 1ൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് എന്ത്, ഇവിടെ നോക്കൂ, കണ്ടോ ഗ്രിഡ് 1 കണ്ടോ, നമ്മൾ 3 ലെവൽസ് വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് 3000 6000. ഓക്കെ, ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയത്. വർക്കൗട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ കത്തും, ഇപ്പോൾ കുറച്ച് ടഫ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഗ്രിഡ് 1ൻ്റെ ആണ് കാണുന്നത്. ഇനി അതിൻ്റെ മനസ്സിലായോ, ഗ്രിഡ് 1 ആണ്, ഇവിടെ നോക്കണേ. ഇനി അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് ഇവിടെ വരുന്നത്. ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് വരിക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, എക്സിൻ്റെ ഒറിജിൻ 0 കാണുന്നുണ്ട്. ഒറിജിൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഇവിടെ ഒറിജിൻ ചേഞ്ച് ചെയ്യുക. പിന്നെ ഫോണ്ടിൻ്റെ കളറ്, ഐ മീൻ ഫോണ്ട് സൈസ്, ഇതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഗ്രിഡിൻ്റെ കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. മോഡിഫൈ ഏത് കളറായിരുന്നു, കണ്ടോ ഇതിൻ്റെ കളർ ഗ്രീൻ ആയിട്ടുണ്ട്. അതേമാതിരി ഫോണ്ടിൻ്റെ സൈസ്, ഫോണ്ടിൻ്റെ കളർ. ഓക്കെ, അങ്ങനെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള സെറ്റിങ്സ്, ഒറിജിൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് XYZൻ്റെ ഒറിജിൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഓക്കെ, അതിപ്പോൾ ഒരു സെൻറ്ററിലുള്ളത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൊട്ടേഷനൊക്കെ വർക്ക് ചെയ്യുക. അതായത് ഇതൊരു സെൻറ്റർ പോയിന്റ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൻറ്റർ പോയിന്റ് ആക്കാം. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സെൻറ്റർ പോയിന്റ് ആക്കാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടേരം കറങ്ങാം, ഐ മീൻ ഇതിൻ്റെ ചുറ്റിയായി നമ്മൾ കറങ്ങാം. അതങ്ങനെ ആക്കാനും വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പോവുക, ഇവിടെ എന്ത് ചെയ്യുക, സെറ്റിങ്സ് പോയിട്ട് ഇവിടെ ഉണ്ടാവും എന്ത് പറയുക, മിഡിൽ ബട്ടൺ പ്ലാൻ. ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്വിച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ,
ബേസിക് വ്യൂ ഓട്ടോ റൊട്ടേഷൻ ആണ്, അല്ല സെക്ഷൻ വ്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒറ്റ മിനിറ്റ്. ഇവിടെ ഒരു സാധന സെൻറ്റേഡ് സോൺസ് ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സെൻറ്റർ ആണ്. ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, ഇതിൽ കണ്ടോ സെറ്റിങ്സിൽ ഓട്ടോമാറ്റിക് സെൻറ്റർ റൊട്ടേഷൻ ഓണാക്കി വെച്ചാൽ എവിടെ, ഇതാ ഇവിടെ, ഇത് ഓണാക്കി വെച്ചാൽ ഇതുവരെ സെൻറ്റർ കിടന്നതിൻ്റെ ഈ സാധനം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ ഇപ്പോൾ കറങ്ങണ കണ്ടോ, ഇത് ബേസ് ചെയ്തിട്ടാണ് കറങ്ങുന്നത്. ഞാൻ ഇവിടെ പ്രസ് ചെയ്താൽ എന്താവും, ഇവിടെ ആയിപ്പോൾ ആ പോയിന്റ്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് കറങ്ങുക. നമ്മൾ എവിടെ പ്രസ് ചെയ്യുന്നു അവിടെ ബേസ് ചെയ്തിട്ട്, എവിടെ കുത്തി കറക്കുന്നു അവിടെ ബേസ് ചെയ്തിട്ട് കറങ്ങാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടാക്കണം എന്നുള്ളൊരു ഇതാണ്, എനിക്ക് കുറേ വർക്ക് ഇവിടെ വരുന്നുള്ളത്. ഇവിടെ വെച്ചൊന്ന് കറക്കിയതിൻ്റെ ശേഷം ഇത് ഓഫ് ചെയ്താലും മതി. ഓട്ടോമാറ്റിക് സെൻറ്റർ റൊട്ടേഷൻ എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെച്ചാൽ എന്താവും, പിന്നെ അവിടെ സ്റ്റക്കാണ്. പിന്നെ ഇവിടെ വെച്ച് കറക്കുകയാണെന്നുണ്ടെങ്കിലും അത് ബേസ് ചെയ്തിട്ടാണ് കറങ്ങാം. കണ്ടോ? ഓക്കെ, ഇനി എന്താ ചോദിച്ചു, സെക്ഷണൽ വ്യൂസ് എങ്ങനെ എടുക്കാമെന്നല്ലേ. സെക്ഷണൽ വ്യൂസ് നമുക്ക് എ ബേസ്, ബി ബേസ്, അങ്ങനെ വല്ല ഗ്രിഡ് ബേസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഇത് ഗ്രിഡ് വെച്ചിട്ടാണ് ന്യൂ വ്യൂ അലോങ് ഗ്രിഡ് ലൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വ്യൂ ലിസ്റ്റിലുണ്ടാവും. ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് മൂവ് ചെയ്ത് കണ്ട് ഓക്കെ അടിച്ചാൽ മതി, അത് ഓണാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമുക്ക് ഗ്രിഡ് 1 ആണ്, ഇപ്പോൾ പ്ലാൻ 0ലാണ്, ഗ്രിഡ് 1 ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തത് ഓപ്പൺ ആവും. 0 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ടാബ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൺവേർട്ട് ആവും. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു ബട്ടൺ അടിക്കാം, സ്ക്രീനിൻ്റെ വർക്ക് ഓൺ ആവണം, ടാബ് അടിക്കാം. എങ്ങനെ, ഇതാണ് Z ആണ് നമ്മളെ എന്ത് ചെയ്യുക, എലവേഷൻ സൈഡിലോട്ട് വരിക. ഓക്കെ, ഇതിൽ നമുക്ക് നോക്ക്, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ടാബ്, കൺട്രോൾ P. ഓക്കെ, ഞാനിപ്പോൾ പ്ലാൻ 0 എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു കോളം കൂടെ വെക്കാം. ഞാനെന്ത് ചെയ്തു, സ്റ്റീൽ ടാബ് പോയിട്ട് കോളം എടുത്ത്, നമ്മൾ കോളമാണ് ബേസ് ചെയ്യുന്നത്, ഇതവിടെ കോളം ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റീൽ ടാബിൽ കോളം എടുത്ത് ഇവിടെ നെയിം കോളം, ഇതിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പ്രൊഫൈൽ നെയിം നമുക്ക് കാണാതെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് എൻവയോൺമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ കോളത്തിൻ്റെ നെയിം നമുക്ക് കാണാതെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് റബ്ബ് ചെയ്താണ് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താലും ഓട്ടോമാറ്റിക്കായി അതിലോട്ട് കൺവേർട്ട് ആവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ അടിച്ച് നമുക്ക് ഇത്രയും കോളംസ് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ പല സൈസസും ഹൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വരുന്ന യൂണിറ്റ് mm-ലാണ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റിങ്സ് പോവുക, ഓപ്ഷൻസ് പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് നമ്മൾ യൂണിറ്റ് മാറ്റിയത്. ഇതിലുണ്ട് എന്ത്, കോമ്പണൻസ് ആണ്, കാറ്റലോഗ്സ് പോയാൽ ഇത് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതിയാവും. എവിടെ ഇല്ല, ഇതിന് ഓരോന്നിനും ഓരോന്നാണ്. കണ്ടോ, ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലോട്ടായി, മറ്റേ ഇപ്പോൾ mm-ലായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോന്നായിക്കാണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊക്കെ ചെറിയ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ കുറേ പ്രൊഫൈൽസ്, ഇതിലുള്ള പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഐ സെക്ഷനിൽ യൂണിവേഴ്സൽ കോളത്തിൽ ഒരു പോയിൻ്റ് എടുത്തു, ഞാൻ നോക്കുന്നില്ല, ഓക്കെ അടിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് വെറുതെ പ്ലേസ് ചെയ്തു. ഞാൻ ബാക്കിയുള്ള കസ്റ്റമൈസേഷൻ പറഞ്ഞുതരാം. ഞാൻ പ്ലേസ് ചെയ്ത് ഇതവിടെ വന്നിട്ടുണ്ട്, എസ്കേപ്പ് അടിച്ചു. വേണമെന്നുണ്ട് ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് കാണാം, ഇതിൻ്റെ നെയിം കാണുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതവിടെ, മെറ്റീരിയൽ നമുക്ക് ഇതിൽ തന്നെ വേണമെന്നുണ്ട്. ഇതാ നമ്മൾ നോക്കണം, സ്റ്റീലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കണം. മെറ്റീരിയൽ നമുക്ക് ഇതിൽ കോൺക്രീറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാനിപ്പോൾ കോൺക്രീറ്റ് ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവും, ഞാൻ കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്ലൈ ചെയ്ത് കണ്ട് ഓക്കെ അടിച്ചാലും ഇത് ഓക്കെ ആവും. ഞാനിപ്പോൾ ഈ കോളത്തിൻ്റെ ഇവിടെ എന്താ, ഇതിൻ്റെ കസ്റ്റം എൻക്വയറിയിൽ ഇതിൻ്റെ ലോഡും കാര്യങ്ങളും വെയിറ്റ് ഒക്കെ കാണും, ലെങ്ത്ത് കാണുന്നുണ്ട്, വെയിറ്റ് കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും, മാറും, മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്താണ് മാറുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മെറ്റീരിയൽ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഞാനെന്ത് ചെയ്തു, സ്റ്റീലിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാനിതിൻ്റെ ഒരു വോളിയം, ഏരിയ നെറ്റ്, വെയിറ്റ് 358 അപ്പോൾ ഡിപ്പെൻസ് ആണ്. ഇനി ഏതിൻ്റെ അത് പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. ഞാനത് പ്ലേസ് ചെയ്തു. ഇവിടെ സെറ്റിങ്സ് പോയാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ പ്രൊഫൈൽ മെറ്റീരിയൽ പറഞ്ഞു. ക്ലാസ് ഉണ്ട്, ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തതിന് കളർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, വേറെ പ്രോപ്പർട്ടീസിന് മാറ്റേണ്ടല്ലോ. ഇത് നമുക്ക് സെലക്ഷൻ ഫിൽറ്റേഴ്സ്, കളറാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിത് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വിട്, ഫിനിഷ് നോക്കിയിട്ട് പറഞ്ഞുതരാം.
പിന്നെ പാർട്ടിങ് നമ്പർ ഉണ്ട്. അതായത് നമുക്കറിയാമല്ലോ ടെക്ലയിൽ ഫാബ്രിക്കേഷൻ ഡ്രോയിങ്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിന് പാർട്ട് നമ്പേഴ്സ് ഉണ്ടാവും. ഓരോരോ പാർട്സിനും ഓരോ പാർട്ട് നമ്പർ ഉണ്ടാവും. അത് നമ്മൾ അസംബ്ലി നമ്പർ നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് നമ്പറും അസംബ്ലി നമ്പേഴ്സും കമ്പനിക്ക് ഓരോ സ്റ്റാൻഡേർഡ്സും ഓരോ മെറ്റീരിയലിന് നമ്മൾ എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇനി ഇതിൻ്റെ പൊസിഷനിങ് വെച്ചിട്ടുള്ള ഡൗട്ട്. ഇത് സെലക്ട് ചെയ്ത് നമുക്കറിയാം നമ്മൾ കറക്റ്റ് ഗ്രിഡിൻ്റെ സെൻറ്റർ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാം. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒന്നും കിട്ടാത്തത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോട്ട്സ് ഇതൊക്കെ ഓഫ് ആയതുകൊണ്ടാണ്. ഇത് ഫുൾ ഓൺ ആക്കി എനിക്ക് ഇവിടെ ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ആണ്, ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ മതി. ഇപ്പോൾ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്താൽ എനിക്ക് ഇനി സെൻറ്റർ കിട്ടില്ല. ഓക്കെ, ഇത് ഓഫ് ചെയ്താൽ എനിക്ക് ഇനി ഇവിടെയും കിട്ടില്ല. കണ്ടോ? ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ അത് പറ്റും. അത് നമുക്ക് ഡയറക്റ്റ് മൂവ് ചെയ്യാം, നീക്കാനും പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഞാനെന്ത് ചെയ്തു, കൺട്രോൾ പി എടുത്താൽ ഈ വ്യൂവിൻ്റെ പ്ലാൻ വ്യൂ കിട്ടും. ഇത് കണ്ടോ, ഐ സെക്ഷൻ ഇതിൻ്റെ സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമുക്കെന്തുണ്ട്, പൊസിഷനിങ് ഉണ്ട്. വെർട്ടിക്കലായിട്ട് അപ്പ് ഡൗൺ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ അടിച്ചാലും മതി. ഇതാ ഡൗൺ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഡൗണിലോട്ട്, അപ്പാണെന്നുണ്ടെങ്കിൽ അപ്പിലോട്ട് വരും. ഓക്കെ, ഞാനെന്ത് ചെയ്തു, അത് മിഡിലാക്കി. പിന്നെ ഇതിൽ നിന്ന് വല്ല ഓഫ്സെറ്റും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. കണ്ടോ, 10 ഓഫ്സെറ്റ്, 100 ഓഫ്സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഓഫ്സെറ്റിനുള്ള വാല്യൂസും ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ റൊട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ടോപ്പിലാണ്, ഞാൻ ഫ്രണ്ടാക്കി കാണുമെന്ന് എൻ്റർ ചെയ്ത് നോക്കി. കണ്ടോ, ഇത് ഐ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. പല ഡബ്ല്യു സെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം എന്താ പറയുക, ഫ്രണ്ടാക്കിയപ്പോൾ വലിയ ചേഞ്ച് ഇല്ല. ഞാനെന്ത് ചെയ്തു, ബാക്കാക്കിയപ്പോഴും ഫ്രണ്ടാക്കിയപ്പോഴും ചേഞ്ച് ഇല്ല. ഞാൻ ടോപ്പാക്കിയപ്പോൾ എച്ച്. ഐ മീൻ അത് ഓരോ സൈഡിലോട്ട് കറങ്ങാണ്. അത് ഈക്വൽ ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് മിറർ ചെയ്ത പോലെയുള്ളതാണെന്ന് കണ്ടിട്ട് മനസ്സിലാകുന്നത്. ഹൊറിസോണ്ടലുള്ള ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യാം, റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ അതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ട്, അത് കൊടുത്തു. പിന്നെ നമുക്ക് കാണുന്നത് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്താൽ അറിയാം, നമ്മൾ പ്ലാൻ വ്യൂവിൽ 0ലാണ് പ്ലേസ് ചെയ്തത്. അതിൽ നമുക്ക് താഴോട്ടും മുകളിലോട്ടും ഹൈറ്റ് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, -500 കൊടുത്താൽ താഴോട്ടൊരു 500 വരും. താഴോട്ട്, അതായത് ഗ്രിഡിൽ 0ലാണ്. നമ്മളിപ്പോൾ ഏത് പ്ലാനിലാണ് വരച്ചത് അവിടെ 0ലാണ് വരിക. ഞാനിപ്പോൾ ഒരു കൺട്രോൾ വ്യൂ ഇവിടെ പോയിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രിഡ് 1 ഇട്ടാൽ എലവേഷൻ വ്യൂ കിട്ടും. അല്ലെങ്കിൽ കൺട്രോൾ ടാബ് അടിച്ചാലും മതി. ഞാൻ ഈ കോളം സെലക്ട് ചെയ്താണ് എന്ത് ചെയ്തു, ഇതിൻ്റെ കൺട്രോൾ പി എടുത്തപ്പോൾ ഒരു പ്ലാൻ വ്യൂ കിട്ടി. ഓക്കെ, കറക്റ്റാണ്. ഞാൻ എന്ത് ചെയ്തു, -500 ആക്കി. കണ്ടോ, ഇവിടെ ഞാൻ 6000 ഹൈറ്റ് 5000 ആക്കിയാൽ ഹൈറ്റ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റെവിറ്റ് പോലെ എക്സ്റ്റെൻഡ് ചെയ്യാനോ വലിച്ചു നീട്ടാനൊന്നും ഇതിൽ പറ്റില്ല. പറ്റും, ഈ ഇതിൽ പറ്റില്ല. ഐ മീൻ മിഡിൽ ഈസ്റ്റിൽ പറ്റില്ല, ഇന്ത്യയിൽ പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്കിത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇന്ത്യ എന്നുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ 5500 വേണമെന്നത് 6000 ആക്കാം. ഈ 6000 ആകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇൻക്രീസ് ആവണോ താഴ്ഭാഗം ഇൻക്രീസ് ആവണോ ഈക്വലായിട്ട് ഇൻക്രീസ് ആവണോ എന്നുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഓരോ എൻവയോൺമെൻറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മിഡിൽ ഈസ്റ്റ് വഴിയാണ് പോവുക. ഓക്കെ, ഇതെൻ്റെ എലവേഷൻ വ്യൂസ്. നമുക്ക് ഇങ്ങനെ ചെരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, കൺട്രോൾ ടാബ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ചെയ്ത് നോക്കാം. മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എടുക്കാം. കോളംസ് ഒക്കെ വെച്ചാൽ നമുക്ക് അങ്ങനെ മാച്ച് ചെയ്യാം. ഞാൻ വേറെ ടൈപ്പ് പ്രൊഫൈലും ആണെന്നുണ്ടെങ്കിൽ മാച്ച് ചെയ്യാം. ഐ മീൻ ഇവിടെ ഐ സെക്ഷൻ എടുത്ത് ഞാൻ ഇവിടെ HSS വെച്ചിട്ടുള്ളതെന്ന് കൂട്ടാം. ഞാൻ പിന്നീട് എന്ത് ചെയ്യണം, ഈ HSSൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് പ്രൊഫൈല്, അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ എടുത്തു തരാം കേട്ടോ. ഓക്കെ.